So hey guys, welcome back to our channel. So welcome back to another movie review guys. നിങ്ങൾ എല്ലാവരും ഈ മൂവി എന്തായാലും കണ്ടു കാണും, ചിലവർ ചിലപ്പോൾ കാണാതെ ചിലപ്പോൾ ഈ മൂവിയെ കുറിച്ച് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ട് കാണും, അറിഞ്ഞു കാണും. എനിവേ ഞാൻ എന്തായാലും മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, ബട്ട് അതിന്റെ റിവ്യൂ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന മൂവി കാന്ത എന്ന് പറയുന്ന മൂവിയെ കുറിച്ചാണ്. നമ്മുടെ ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന മൂവിയാണ് ഗൈസ്. ഇത് ആക്ച്വലി പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. നിങ്ങൾ ഓൾറെഡി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിലൊന്നും പറയുന്നില്ല, ബട്ട് ഞാൻ ചുരുക്കമായിട്ടുള്ള രീതിക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാന്നുള്ള രീതിക്ക് വന്നതാണ്. ഈ പണ്ടത്തെ ഒരു ഷൂട്ടിംഗ് സെറ്റുകൾ, അവിടെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ആ ഒരു കാലഘട്ടം കാണിക്കുന്ന ഒരു മൂവിയാണ്. അതായത് അന്നത്തെ ഒരു മിസ്റ്ററി ഡ്രാമ ത്രില്ലർ മൂവിയാണ് ഇത്. സോ മെയിൻ ലീഡായിട്ട് വരുന്നത് ദുൽഖർ സൽമാൻ ആണ്. പിന്നെ സമുദ്രക്കനിയുണ്ട്, പിന്നെ ഭാഗ്യശ്രീ ബോസ്, നമ്മുടെ റാണയുണ്ട് ഇതിനകത്ത്. അങ്ങനെ കുറച്ചധികം ആൾക്കാർ അഭിനയിക്കുന്ന ഒരു മൂവിയാണ്. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് സെൽവമണി സെൽവരാജ് എന്ന് പറയുന്ന ആളാണ്. പുള്ളിയും തമിഴ് പ്രഭ എന്ന് പറയുന്ന ആളും കൂടെ ചേർന്നാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നത്. സോ ഇതിനകത്ത് എടുത്തു പറയേണ്ട കുറച്ചധികം ആൾക്കാരുണ്ട്. ഒന്ന് ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫി, ഡാനി സഞ്ചസ് ലോപ്പസ് എന്ന് പറയുന്ന ആളാണ്. എഡിറ്റ് ചെയ്തേക്കുന്നത് ലിവലിൻ ആന്റണി ആൻഡ് ഗോൺസാൽവസ്. പിന്നെ മ്യൂസിക്, സോങ്സ് ജാനു ചന്ദർ, സ്കോർ ജേക്സ് ബിജോയ്. അടിപൊളി. ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫി ഒരു രക്ഷയില്ല, കിടുക്കനാണ്. എഡിറ്റിംഗ് ആയിക്കോട്ടെ ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്ങും ഒക്കെ അടിപൊളി, ഒരു രക്ഷയില്ല. ഗൈസ്, പേഴ്സണലി എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ആക്ച്വലി പഴയ മൂവീസ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. സോ ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് അതെല്ലാം കുറച്ചധികം പുതുമയായിരുന്നു. എക്സ്പെഷ്യലി ഇതിനകത്ത് ചില ഷൂട്ടിംഗ് സെറ്റുകൾ ഇവരിടുന്നതും, അല്ലെന്നുണ്ടെങ്കിൽ അവരെ യൂസ് ചെയ്യുന്ന ക്യാമറ, ലൈറ്റ്സ്, മൈക്ക്, സൗണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരെന്താണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും ഒക്കെ എനിക്ക് ഇതിനകത്ത് കണ്ടപ്പോൾ എനിക്കതൊരു പുതുമയായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കാണാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രീതിക്കുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സോ ഐ വാസ് റിയലി എൻജോയിങ് ദ മൂവി. പിന്നെ ഈ പടം കാണുമ്പം നമുക്ക് മറ്റേ ഷാറുഖ് ഖാൻ്റെ ഓം ശാന്തി ഓം ചിലപ്പോൾ ഓർമ്മ വരും, ഉദയനധാര ഓർമ്മ വരും. ഇങ്ങനെ ചില പടങ്ങളായിട്ട് നമുക്ക് സിമിലാരിറ്റി തോന്നിയേക്കാം, ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്കങ്ങനെ തോന്നുന്നതായിക്കോട്ടെ. ബട്ട് എങ്കിൽ പോലും ഒരു ഫ്രഷ്നെസ് അവർക്ക് ഈ മൂവിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ പടത്തിനെ ഹൈലൈറ്റ് ആയിട്ട് നിർത്തുന്ന ഒരു വെറൈറ്റി ഓഫ് ടൈപ്പ് ഓഫ് മേക്കിംഗ് ആൻഡ് കണ്ടന്റ് അവർക്ക് ഈ മൂവിക്കകത്തുണ്ട്. ദുൽഖറിന്റെ പെർഫോമൻസ് മോനെ പൊളി എന്ന് പറഞ്ഞാൽ പൊളി. പിന്നെ അതുപോലെ സമുദ്രക്കനി വേറെ ലെവൽ ഓഫ് പെർഫോമർ. പിന്നെ ഇതുപോലെ എടുത്ത് പറയേണ്ട കുമാരി എന്ന് പറഞ്ഞ റോൾ ചെയ്ത ഭാഗ്യശ്രീ ബോസ്, പുള്ളിക്കാരത്തെയും ആക്ച്വലി നൈസ് പെർഫോമൻസ് ആണ്. പിന്നെ റാണ ഇതിനകത്തൊരു പോലീസുകാരൻ, ഒരു ഇൻസ്പെക്ടറായിട്ടാണ്. പുള്ളിക്കാരന് വേണ്ട രീതിക്ക് ചിലപ്പം എന്താ പറയുക, നമുക്കൊരു ഓവറായിട്ടുള്ള പെർഫോമൻസ് ആയിട്ടൊക്കെ തോന്നും. ബട്ട് എങ്കിൽ പോലും പുള്ളിക്കാരന് ആ ഒരു സാധനം വേണം ഈ പടത്തിന്. പുള്ളി അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഈ പടത്തിന് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റോറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, അതിലാണ് കാര്യം ചെയ്യുന്നത്. കാരണം ഇവർ കണ്ടിട്ടില്ലാത്തതും അല്ലെങ്കിൽ ഇവർക്ക് ഒരു പരിചയമില്ലാത്ത പഴയ ആ ഒരു കാലഘട്ടം അവർ അഭിനയിക്കുകയാണ്. അന്നത്തെ ആ ഒരു ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ് പെർഫോമൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അന്നത്തെ ആൾക്കാർ എങ്ങനെയാണ് അവർ ചില കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ അവർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളാണ് അവർ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. സോ അത് നമുക്ക് ഒട്ടും ബോറാക്കാതെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇതിങ്ങനെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഇതിങ്ങനാണോ എന്നുള്ള കല്ലുകടി ഒന്നും തോന്നാത്ത രീതിക്ക് അവർ നല്ല കിടുക്കനായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്, എല്ലാവരും നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിതിനകത്ത് എന്താ പറയുക, സമുദ്രക്കനി, ദുൽഖർ, എനിക്ക് അവർ രണ്ടുപേരും പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ദുൽഖറിൻ്റെയൊക്കെ ലാസ്റ്റ് ഒരു കിടുക്കം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഈ നോർമൽ മൂവി കാണുമ്പോൾ നമുക്ക് കുറേ ഗസ്സസും കാര്യങ്ങളൊക്കെ വരുമല്ലോ, ഇതായിരിക്കുമോ ഇന്നതായിരിക്കുമോ ഇല്ല ഇന്ന ആളായിരിക്കുമോ എന്നൊക്കെ ഉള്ളത്. അതേപോലെ നമുക്ക് ഈ പടത്തിലും തോന്നും. ബട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ ആയിരിക്കത്തില്ല, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂസിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓൾറെഡി തന്നെ ഇതിൻ്റെ കാര്യം കാണുമ്പോൾ ഈ ആളായിരിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ബട്ട് ലാസ്റ്റ് എത്തിയപ്പം ഈ ആളല്ലയോ എന്നുള്ള ചിന്തയിലോട്ട് പോയി. ബട്ട് പിന്നീട് ചെന്നപ്പം ഓക്കെ ഈ ആളാണ്. അങ്ങനെ ഇങ്ങനെയുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിക്ക് നമ്മളെ കുറച്ചൊന്ന് കുഴപ്പിക്കുന്ന രീതിക്ക് ഈ പടം കുറച്ചധികം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസൊരു പടമാണ്, നിങ്ങൾ കണ്ടു നോക്കുക. സോ നിങ്ങൾക്ക് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റിക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു സംഭവം പറഞ്ഞുതരാം, ഫുള്ളായിട്ടൊന്നും പറയുന്നില്ല. ഇത് കാണിക്കുന്നത് പഴയ ഒരു ഷൂട്ടിംഗ് സെറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഈ സംഭവം എന്താണെന്നും എന്തായി തീരും, എങ്ങനെയൊക്കെയാണെന്നുള്ളത് കുറേ കാര്യങ്ങൾ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്നതും അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ഡ്രാമ ത്രില്ലർ മൂവിയാണിത്.
സോ മേ ബി ചിലപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ കത്തിക്കാണും എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടായിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ. എനിവേ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഒരു സ്പോയിലർ ആയി പോകും ചിലപ്പോൾ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടറിയുക. സോ യെസ് കേസ്, അപ്പോൾ ദുൽഖറിൻ്റെ ഒരു പടം കാണണം, അല്ലെങ്കിൽ ദുൽഖറിൻ്റെ ഒരു പെർഫോമൻസ് കാണണം, അല്ലെങ്കിൽ ദുൽഖറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റഡ് ഈ പടം പോയി കാണുക. നല്ല കുറച്ചധികം പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടെ റീവൈൻഡ് ചെയ്ത് കുറച്ചധികം അവരുടേതായിട്ടുള്ള രീതിക്ക് അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ കുറേ കാര്യങ്ങൾക്ക് അവർ AI ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഒരിക്കലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഒരിക്കലും അവർക്ക് പഴയ കാലം കംപ്ലീറ്റ്ലി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദർ ആർ സം ലിമിറ്റേഷൻ ടു റീക്രിയേറ്റ് ഓൾ ദ ഓൾഡ് സ്റ്റെപ്സ്. സോ അതിന് വേണ്ടിയിട്ട് അവർ ചെറിയ രീതിക്ക് AI ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്കത് കാണാൻ കണ്ടിരിക്കാം, നൈസാണ്. സോ യെസ് കേസ്, അപ്പോൾ അതാണ് കാന്ത എന്ന് പറയുന്ന മൂവി, ദുൽഖർ സൽമാൻ്റെ പടം. എല്ലാവരും പോയി കാണുക, മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കുക. നൈസൊരു പടമാണ്. സോ അതിലുള്ളത് ബൈ ബൈ.